അതിപരിശുദ്ധമേറിയ നാമം ഈ രാത്രി വേളയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം ഒരു നല്ല സന്ദർഭം സർവശക്തനായ ദൈവം ഇളയവരായ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ അദൃശ്യമേറിയ സാന്നിധ്യവും വ്യാപാരവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്ന എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മുടെ സഹായകനായി, പരിചയമായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കൂടെയുള്ള ദൈവിക വിശ്വസ്തതകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയുന്നു. ഈ പകൽക്കാലം രാത്രികാലം നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ തിരുപാദപീഠത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഇടയാക്കിയ നല്ല സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം. റോഡ് ടു 20 എന്ന് പറയുന്ന ഈ ലൈവ് ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ലൈവായി ദൈവത്തിന്റെ വചനം പ്രസംഗിപ്പാൻ സ്വർഗം ഇടയാക്കിയ നല്ല സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പുറകിൽ അധ്വാനിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ ദൈവമക്കളെയും സർവശക്തനായ ദൈവത്തിന്റെ ആശീർവാദങ്ങളും വിടുതലുകളും കൊണ്ട് സർവശക്തനായ ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ഈ രാത്രികാലം നമുക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗമിടയാക്കിയ നല്ല സന്ദർഭത്തിന് ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നമ്മൾ അല്പനേരം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, പ്രധാനപ്പെട്ട ഒരു ദൈവവചന ചിന്തയിലേക്കാണ് ഈ രാത്രി നമ്മൾ കടക്കുവാൻ പോകുന്നത്. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന വിഷയം പ്രധാനമായും സമയം അടുത്തിരിക്കുന്നു, താങ്കൾ തയ്യാറാണോ എന്ന ഒരു വിഷയം. The time is so near, are you ready എന്ന പ്രതിവാദി വിഷയത്തെ ആസ്പദമാക്കി വചനത്തിൽ നിന്ന് അല്പസമയം നിങ്ങളുടെ മധ്യേ ചിന്തിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഈ പകൽക്കാലം അല്പനേരം ചിന്തയ്ക്ക് വേണ്ടി ദൈവവചനത്തിലേക്ക് കടന്ന് എന്റെ ദൈവം ഏൽപ്പിച്ച 1-2 ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-9 വാക്യങ്ങൾ ഇന്ന് രാത്രികാലത്തെ അല്പനേരം ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വായിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ച് ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്ന് അവർ മനസ്സോടെ മറന്നു കളഞ്ഞിരിക്കുന്നു. അതിന്റെ 2 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഈ പകൽ രാത്രികാലം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സമയമടുത്തിരിക്കുന്നു എന്ന പ്രതിവാദി വിഷയത്തെ ആസ്പദമാക്കിയാണ്. ദൈവവചനത്തിൽ നിന്ന് 7 വിധ സമയങ്ങളെ കുറിച്ച് അല്പനേരം വിചിന്തനം ചെയ്ത് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. നാം ചിന്തിക്കുന്ന വിഷയം, ഈ ലോകത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന ഭയാനകമേറിയ അവസ്ഥകൾ വളരെ ഭീരുത്വത്തോടെ, വളരെ ഭയത്തോടെ മനുഷ്യൻ നോക്കിക്കാണുന്ന ഒരു വലിയ വിഷയം, കൊറോണ എന്ന മഹാവ്യാധി. ഇന്ന് വരെ അതിനൊരു മരുന്ന് പ്രതിവാദിയുമായി കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത സാഹചര്യത്തിൽ ലോകം എത്തിപ്പെട്ടിരിക്കുമ്പോ ദൈവവചനം അറിയുന്ന, വചനം പഠിച്ചിരിക്കുന്ന ഒരു ദൈവ പൈതൽ മനസ്സിലാക്കേണ്ട ഒരു മാർമിക സത്യമുണ്ട്. പലരും വിചാരിക്കുന്ന ഒരു ചിന്തയാണ്, ഇത് താമസമാണ്, കർത്താവിന്റെ വരവിന് ഒരുപാട് നാളുകൾ ഇനിയുണ്ട്, ഇപ്പോഴും കർത്താവ് വരാൻ പോകുന്നില്ല. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, ആമീൻ കർത്താവായ യേശുവേ വേഗം വരണമേ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ആമീൻ കർത്താവായ യേശുവേ വരണമേ എന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ പല പദങ്ങളും മാറിക്കഴിഞ്ഞു. എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആമീൻ കർത്താവായ യേശുവേ നീ വന്നില്ലേലും കുഴപ്പമില്ല, ഞങ്ങൾക്കുള്ളത് നീ തന്നാ മതി എന്ന ഒരു മനോഭാവത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെട്ടു. നമുക്ക് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്, ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം, നാം മനസ്സിലാക്കേണ്ട ഒരു മർമ്മം, കർത്താവിന്റെ വരവിന് താമസം വന്നിട്ടില്ല, അത് പടിവാതിൽക്കലായിരിക്കുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ ഞാൻ ദൈവസ്നേഹത്തിന് ഓർപ്പിക്കട്ടെ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നു, എങ്കിലും കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ അവൻ താമസം വെച്ചിട്ടില്ല. അടുത്ത വാക്ക് വളരെ ശ്രദ്ധേയമാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. കർത്താവിന്റെ വരവിന്റെ
445 പ്രവചനങ്ങളിൽ നാം മനസ്സിലാക്കാൻ കഴിയുന്ന വലിയൊരു സത്യമുണ്ട്. സമയം അടുത്തിരിക്കുന്നു, കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നിത്യാദി വിചിന്തനമേറിയ ചിന്തകൾ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. വെളിപ്പാട് എന്ന പദത്തിന് മറനീക്കി പുറത്തു കൊണ്ടുവരിക എന്നതാണ് വാക്കിന്റെ അർത്ഥം. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്തിനു വേണ്ടിയുള്ള സമയമാണ് അടുത്തിരിക്കുന്നത്? ഭക്തിയോടെ ജീവിക്കുന്ന ദൈവകൃപയിൽ ആശ്രയിച്ച് ആരാധനയിലും കർത്തൃസേവയിലും ഭക്തിയോടെ നിൽക്കുന്ന ഒരു ദൈവ പൈതലിന് ഞാൻ പറഞ്ഞ വാചകം മനസ്സിലാകും. എന്തിന്റെ സമയം അടുത്തിരിക്കുന്നു? നമ്മുടെ പ്രാണമണവാളനും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമായ കർത്താവിന്റെ വരവിന്റെ നാള് സമീപമായിരിക്കുന്നു. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. ടൈം ഈസ് ഫ്രീ ബട്ട് ടൈം ഈസ് പ്രഷ്യസ്. സമയം സൗജന്യമാണ്, എന്നാൽ സമയം വിലപ്പെട്ടതാണ്. ടൈം നെവർ വെയിറ്റ് ഫോർ എനിവൺ. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ടൈം നെവർ കം അഗൈൻ. സമയം ഒരിക്കലും മടങ്ങി വരുന്നില്ല. സമയം വിലപ്പെട്ടതാണ്. ഈ പകൽ രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, സമയം വിലപ്പെട്ടതാണ്. എന്നാൽ ഈ സമയത്തിന്റെ വില നാം തിരിച്ചറിയേണ്ടത് വളരെ അനിവാര്യമാണ്. തിരുവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ രാത്രി ഞാൻ ചിന്തിക്കാൻ പോകുന്നത് 7 വിധ സമയങ്ങളെ കുറിച്ചാണ്. എന്താണ് 7 വിധ സമയങ്ങൾ? 7 വിധ സമയങ്ങൾ ഏതൊക്കെയെന്ന് അതിവിദൂരത്തിൽ വളരെ വേഗത്തിൽ ഞാൻ എന്റെ ചിന്തകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. യേശു ക്രിസ്തുവാരാണെന്ന് വ്യക്തമായി ലോകം അറിയുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഒന്ന്, യേശു ക്രിസ്തുവാരാണെന്ന് ഈ ലോകരാജ്യം തിരിച്ചറിയുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വരവിന്റെ മാറ്റൊലികൾ ഭക്തന്മാരുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടിയുള്ള ആ മാറ്റൊലി കാതുകളിൽ മുഴങ്ങുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവാരാണ്. അവൻ ദൈവത്തിന്റെ പുത്രനാണ്. അവൻ ഈ താഴ്ന്ന ഭൂമിയിൽ ഇറങ്ങി വന്നു മനുഷ്യവേഷത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് അവൻ കാൽവറിയിൽ കയറി. 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളിൽ അവൻ തൂങ്ങപ്പെട്ടു. ഇംഗ്ലീഷിൽ മനോഹരമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. The death could not conquer him. മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കം വരുത്തി. മരണഭീതിയിലായിരുന്ന ജനത്തെ മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ കയ്യിൽ നിന്ന് അവൻ പിടിച്ചു വാങ്ങി. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം കുറിച്ച് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. നമ്മൾ ആരാധിക്കുന്നത് ഒരു തോറ്റ കർത്താവിനെയല്ല, മറിച്ച് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ. He conquered the death. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ തോൽപ്പിച്ചു. അടുത്ത പദം, മരണഭീതിയിലുള്ള ജനത്തെ ഈ കഷ്ടതയുടെ താഴ്വരയിൽ, ഈ വേദനയുടെ നടുവിൽ നാം തിരിച്ചറിയേണ്ട ഒരു സത്യം, കർത്താവ് താൻ വന്ന പ്രവൃത്തി പൂർത്തീകരിച്ച് മടങ്ങിപ്പോയി. എന്നാൽ താൻ സ്വർഗത്തിലേക്ക് പുനരുത്ഥാനം ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പേ തന്റെ ശിഷ്യഗണത്തോട് താൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അരികിൽ ചേർത്തുകൊള്ളൂ. സ്ഥലമൊരുക്കാൻ പോയ കർത്താവ് അതിവിദൂര ഭാവിയിൽ കടന്നു വരാൻ പോകുന്നു. വനമേഘങ്ങളെ താണ്ടി അവൻ കടന്നു വരാൻ പോകുന്നു. ഈ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. കൊറോണ എന്ന മഹാവ്യാധിയുടെ മുമ്പിൽ ലോകം, ശാസ്ത്രം, സകലവിധ പണ്ഡിതാക്കളും സകലവിധ ജ്ഞാനികൾ എന്ന് അഭിമാനിക്കുന്നവർ കൈമലർത്തി പറയുന്ന ഒരു വാചകമുണ്ട്, we are hopeless. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. തിരുവചനം പറയുന്നു, മനുഷ്യരുടെ സഹായം വ്യർത്ഥമാകുമ്പോൾ, മനുഷ്യരുടെ സഹായം, മനുഷ്യരൊന്നും ചെയ്യാൻ പറ്റാത്ത കൈമലർത്തിയ ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ട് നിൽക്കുമ്പോൾ, ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ദൈവാത്മാവിൽ ഒരു കാര്യം വിളിച്ചു പറയട്ടെ.
വ്യക്തമായി വിളിച്ചു പറയുന്നു. ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങി പാർത്തിരുന്നു. ശ്രദ്ധിക്കൂ, കർത്താവ് എന്ത് ചെയ്തിരുന്നു? ഈ ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ മുമ്പിൽ, സാഹചര്യങ്ങളുടെ മുമ്പിൽ, മനുഷ്യന്റെ അധർമ്മ പ്രവൃത്തിയുടെ മുമ്പിൽ, ഈ ലോകം ഇന്നത്തെ അവസ്ഥയിൽ ഒരു സോദോം ഗോമോറ പോലെ അത്രത്തോളം നികിഷ്ടമേറിയ പ്രവൃത്തികൾക്ക് കളമൊരുക്കി കൊടുത്ത് മാറി നിൽക്കുമ്പോ കർത്താവ് ബഹുകാലം മിണ്ടാതിരുന്നു. ലോക രാജ്യങ്ങൾക്ക് വേണ്ടി മധ്യക്ഷ അടച്ചുകൊണ്ടിരുന്നു. അരുത്. നമുക്കറിയാം, യേശു കർത്താവ് പറയുന്നൊരു വാചകം ഇങ്ങനെയാണ്: മരത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. എന്നാൽ ആ വെച്ച കോടാലി കർത്താവ് വെച്ച ശേഷം അവൻ പറയുന്ന വാചകമുണ്ട്: അരുതജമാനേ, ഒരു വർഷം കൂടെ നിൽക്കട്ടെ. ഈ രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാന്യ ദൈവമക്കളെ, കർത്താവ് ഈ ലോകത്തിന്റെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണ്. അത് വീഴാൻ സമയം ഇനി ഒത്തിരി പോകേണ്ടതില്ല. കർത്താവിന്റെ വചനം വിളിച്ചു പറയുന്നു: അഴുക്കാകുന്നവൻ ഇനി അഴുക്കാകട്ടെ, എന്നാൽ വിശുദ്ധൻ ഇനി തന്നെത്താൻ വിശദീകരിക്കട്ടെ. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. The day of Lord is coming. യേശു ക്രിസ്തുവാരെന്ന് ലോകം അറിയാനുള്ള സമയം. അടുത്ത പദം: ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കിതയ്ക്കുന്നു. ഈ രാത്രി എന്നെ കിടക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവ് പറയുന്ന വാചകം ശ്രദ്ധിച്ചേ: ഞാൻ ബഹുകാലം മിണ്ടാതിരുന്നു, ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു. എന്നാൽ ഇപ്പോഴോ നോവ് കിട്ടിയ സ്ത്രീയെ പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് കിതയ്ക്കുന്നു. ഈ രാത്രി എന്നെ കിടക്കുന്ന മാന്യ ശ്രോതാവിനോട് ഞാൻ ചോദിക്കട്ടെ: കർത്താവ് കിതയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? ബഹുകാലം മിണ്ടാതിരുന്നവൻ കിതയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? അടങ്ങിപ്പാർത്തിരുന്നവൻ കിതയ്ക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവൻ എഴുന്നേൽക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. തിരുവചനം പഠിക്കുമ്പോൾ 3 വിധ ഞരക്കങ്ങളെ കുറിച്ച് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു. റോമാലേഖനം 8-ാം അധ്യായം 22-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യം, റോമാലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം എന്നിത്യാദി വേദശകലങ്ങളിൽ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് 22-ാം വാക്യം ഇങ്ങനെയാണ്: സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഊറ്റുനോവോടെ എന്നും നാം അറിയുന്നുവല്ലോ. സകല സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടെ ഇരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ സകല സൃഷ്ടിയും ഈറ്റുനോവോടെ ഇരിക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തു സകല മഹിമകളെ വെടിഞ്ഞ് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, നമ്മുടെ ശൂലമൂത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ 10,000ങ്ങളിൽ പരമസുന്ദരനായ എന്റെ മണവാളൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ എന്നെ ചേർപ്പാൻ വരാൻ പോകുന്നു. കർത്താവായ യേശു ക്രിസ്തുവാരെന്ന് ലോകം തിരിച്ചറിയാൻ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ശ്രദ്ധിക്കൂ, ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവാരെന്ന് ലോകം തിരിച്ചറിയാൻ പോകുന്നു. അതിനുവേണ്ടി സകല സൃഷ്ടിയും കാത്തിരിക്കുകയാണ്. മനുഷ്യപുത്രന്റെ വീണ്ടെടുപ്പിന്റെ, മനുഷ്യപുത്രന്റെ വരവിന്റെ മറ്റൊരു കാതുകളിൽ വെച്ചുകൊണ്ട് അവർ ഈറ്റുനോവോടെ ഞരങ്ങുകയാണ്. എന്തിനു വേണ്ടിയുള്ള ഞരക്കമാണെന്നറിയാമോ? കർത്താവായ യേശുവേ, നീ ഒന്ന് വന്നിരുന്നെങ്കിൽ. ഈ രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, നമ്മുടെ കർത്താവിന്റെ വരവ് പടിവാതിൽക്കലായിരിക്കുന്നു. ഈ ലോകത്തിലെ സകല സസ്യ ജന്തു മൃഗ സസ്യങ്ങളായ മത്സ്യ സകല സൃഷ്ടിയും ഒരുപോലെ ഞരങ്ങുന്നത് ഒറ്റ ഉദ്ദേശത്തിനു വേണ്ടിയാണ്. കർത്താവിന്റെ വരവ് പടിവാതിൽക്കലായിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു: ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഒന്ന്, സൃഷ്ടിയുടെ ഞരക്കം. 2, നമ്മുടെ വീണ്ടെടുപ്പുകാരനെ ഓർത്തുകൊണ്ട് ശരീരത്തിന്റെ ഞരക്കം. പൗലോസ് അപ്പോസ്തലന്റെ വാചകം കടമെടുത്ത് ഞാൻ പറയട്ടെ: ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, ഈ ലോകത്തിൽ നഗ്നതയുണ്ട്, ഈ ലോകത്തിൽ ആപത്ത്, വാണ, പ്രയാസങ്ങളൊക്കെയുണ്ട്. എങ്കിലും നമ്മുടെ പ്രത്യാശ അതിൽ നിന്നൊക്കെ അപ്പുറമായാണ്. നൊടിനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ സങ്കടം തീരാൻ പോവുകയാണ്. ഈ രാത്രി എന്നെ
ആദ്യദാനം ലഭിച്ചവരായ നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി പുത്രത്വത്തെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ രാത്രി ഭക്തന്റെ ഉള്ളിൽ ഇന്ന് രാത്രി ഇത് ഞരക്കമുണ്ട്. അവൻ പട്ടുമത്തെ കിടക്കുന്നതിന് സന്തോഷമല്ല, അവൻ നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്ന സന്തോഷമല്ല. ഇതൊക്കെ ഞൊടി നേരത്തേക്കേ ഉള്ളൂ, ഇതൊക്കെ താൽക്കാലികമാണ്, ഇതൊക്കെ വേഗം തീരുന്നതാണ്. എന്നാൽ വേഗം തീരാത്തതും നിത്യത വരെ തുടരുന്നതുമായ ഒന്നാണ് ഒരു മനുഷ്യന്റെ, ഒരു ഭക്തന്റെ ശരീരത്തിന് ഏറ്റവും അമൂല്യമായ, ഏറ്റവും വിലപ്പെട്ട ഘടകം. വിശുദ്ധ ബൈബിൾ പറയുന്നു, നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് eagerly waiting for Christ's coming, ക്രിസ്തുവിന്റെ വരവിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്ന എത്ര പേർ ഈ രാത്രി സ്തോത്രം പറയും? നമ്മുടെ ഉള്ളിലെ ഞരക്കം നാളെയെ കുറിച്ചാകരുത്, ഭാവിയെ കുറിച്ചാകരുത്, നേടിയതിനെ കുറിച്ചാകരുത്, നേടാൻ ഉള്ളതിനെ കുറിച്ചാകരുത്. സ്ഥാനവും മാനവും പുരാതന സമ്പത്തുകളും താൽക്കാലികമാണ്. ഇന്ന് കണ്ട് നാളെ വാടുന്ന ഭൂ പോലെയാണ്. എന്നാൽ ഏറ്റവും മൂല്യമുള്ളത്, ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ അകത്തെ ശരീരമാണ്, ആത്മാവാണ്. ശരീരത്തിന്റെ കാത്തിരിപ്പ് ഇട്ടതല്ല, പീറ്ററുകളുടെ ഷർട്ടല്ല കേട്ടോ, ഏതെങ്കിലും വിലപിടിപ്പുള്ള മോടികളല്ല. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ശരീരത്തിന്റെ ഏറ്റവും വലിയ ഞരക്കം അണിഞ്ഞൊരുങ്ങുന്ന വസ്തുക്കളെക്കാളും വസ്ത്രങ്ങളെക്കാളും ശരീരത്തിന്റെ ഏറ്റവും വലിയ ഞരക്കം, കർത്താവായ യേശുവേ നീ ഒന്ന് വരണമേ. ഈ രാത്രി നമ്മുടെ പ്രത്യാശയും ഉയരട്ടെ, കർത്താവിന്റെ വരവാകട്ടെ നമ്മുടെ കാതുകളിൽ മുഴങ്ങേണ്ടത്. പണ്ടൊക്കെ നമ്മുടെ പിതാക്കന്മാർ പാടി ആരാധിച്ചൊരു പാട്ടുണ്ട്, കാന്തൻ വരാറായി, ഓ നാഥൻ വരാറായി. ഒരിക്കൽ ഒരു ഭക്തനായ വ്യക്തി തന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിൽ, ഒറ്റപ്പെടലിന്റെ നടുവിൽ, തന്റെ ശരീരത്തിൽ കാണത്തക്ക അത്ര മനോഹരവും സൗന്ദര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തി തന്നെ പലരും നിന്ദിച്ചപ്പോൾ, മനസ്സ് തകർന്നിരിക്കുമ്പോൾ തന്റെ ഉള്ളിൽ ആത്മാവ് ഒരു പ്രത്യാശയുടെ ഗാനം കൊടുത്തു. ശരീരത്തിന് അത്ര സൗന്ദര്യമില്ലെങ്കിലും, കാണാൻ അത്ര സുന്ദരമൊന്നും അല്ലെങ്കിലും ഭക്തൻ ഇങ്ങനെ പാടിച്ചേർത്തു, നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാൽ എന്റെ ഇരുൾ നിറം മാറും. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീതി സൂര്യന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ ലോകത്തിൽ നമ്മൾ നഷ്ടമായതിനെ ഓർത്ത് ദുഃഖിക്കാതെ, ക്ലേശസമ്പൂർണമേറിയ ജീവിതത്തെ കുറിച്ച് വിലപിക്കാതെ, ക്രിസ്തുവിന്റെ വരവിനെ ഓർത്ത് ആമീൻ ഹല്ലേലൂയ പറയുന്ന ഭക്തന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രണ്ടാമത്തെ ഞരക്കം, ഒന്ന് സൃഷ്ടി, രണ്ട് ശരീരം, മൂന്ന് റോമാലേഖനം 8:26 വാക്യം ഇങ്ങനെ വായിക്കുന്നു, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇന്റർസീഡിംഗ് എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കത്താൽ. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കയറിപ്പോയപ്പോൾ തന്റെ ശിഷ്യഗണത്തോട് അടുത്ത് വിളിച്ചിട്ട് ഇങ്ങനൊരു വാചകം പറഞ്ഞു, നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം കേട്ടോ, കാത്തിരിക്കണം. എപ്പോ വരെ കാത്തിരിക്കണം? നിങ്ങൾ ശക്തി ലഭിക്കുവോളം കാത്തിരിക്കണം. ശക്തി ലഭിച്ചാൽ നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ശക്തി ലഭിക്കുന്നിടം വരെ കാത്തിരുന്നു. ലഭിച്ച സഭയാണ് പെന്തക്കോസ്ത് നാളിലെ സഭ. ആത്മാവിൽ ആരാധിക്കുന്ന ഒരു ദൈവജനത്തിന്റെ ഉള്ളിലെ കാംക്ഷ, തന്റെ ഉള്ളിൽ പകർന്ന ആത്മാവിന്റെ കാംക്ഷ ആ പുത്രത്വത്തിന്റെ ഫലമാണ്. നമ്മുടെയൊക്കെ കയ്യിൽ സെൽഫോണുകളുണ്ട്. സെൽഫോൺ, ആ ഫോണിനകത്ത് സിം ഇടാറുണ്ട്. എന്തിനാ സിം ഇടുന്നതെന്ന് അറിയാമോ? സിം ഇട്ടില്ലെങ്കിൽ എത്ര വിലയുള്ള ഫോണാണെങ്കിലും ഒരു പ്രയോജനമില്ല. എന്നാൽ ആ ഫോണിനകത്ത് സിം ഇടുന്നത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക്, ഒരു ടവറിൽ നിന്ന് നമ്മുടെ ഫോണിലേക്ക് കമ്മ്യൂണിക്കേഷൻ ശബ്ദ തരംഗങ്ങളിലൂടെ നെറ്റ്വർക്ക് കണക്ട് ചെയ്താണ് കോൾ ചെയ്യുന്നത്.
പരിശുദ്ധാത്മാവ് ഈ ലോകത്തിൽ ആക്കി വെച്ചിരിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം തന്റെ ഭക്തജനങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, തടുക്കുന്നവൻ മാറണമെന്നേ ഉള്ളൂ. ആരാ തടുക്കുന്നത്? പരിശുദ്ധാത്മാവ്. എപ്പോഴാ തടുക്കുന്നവൻ വഴിയെന്ന് മാറുന്നത്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുമ്പോ തടുക്കുന്നവൻ വഴിയെന്ന് മാറും. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒന്നാമത്തെ വിഷയം കർത്താവായ യേശു ക്രിസ്തുവാരെന്ന് ലോകം തിരിച്ചറിയുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. 2, സഭ ഏതെന്ന് ലോകം തിരിച്ചറിയാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആ പദം ശ്രദ്ധിക്കണേ. സഭ ഏതെന്ന് ലോകം തിരിച്ചറിയാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഒത്തിരി സഭയുണ്ട്, ഒത്തിരി സഭകൾ. സഭ എന്ന് പറയുന്നത് 4 ഭിത്തിക്കകത്ത് ഒതുക്കപ്പെട്ട ഒരു സമ്പ്രദായമാണ്. സഭ എന്ന് പറഞ്ഞത് തന്റെ ജനത്തെ തന്റെ ഉള്ളിൽ പകരപ്പെട്ട ആത്മാവും ദൈവമായിട്ടുള്ള ബന്ധമാണ്. അപ്പോസ്തലപ്രവൃത്തി 1:7 ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവരോട് പിതാവ് തന്റെ അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങൾ അറിയാത്തവരാകെ ആകരുത്. എന്തുവരെ കാത്തിരിക്കണം? പിതാവ് തന്റെ അവകാശത്തിൽ കയ്യിൽ വെച്ചിട്ടുള്ള സമയം ആകുന്നിടം വരെ നമ്മൾ കാത്തിരിക്കണം. അതിന് 8-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോ നമ്മുടെ മേൽ ആത്മസാന്നിധ്യം വരും. വെളിപ്പാട് പുസ്തകം 5-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങിയ സഭ, വിലയ്ക്ക് വാങ്ങിയ കർത്താവ്, സഭയുടെ കാന്തനെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് തന്റെ സഭയാണ്. അതുകൊണ്ടാ മത്തായി സുവിശേഷം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ശീമോനോട് പറയുന്ന ഒരു വാചകമാണ്, ബെറിമോനായ ശീമോനെ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത് സ്വർഗസ്ഥനായ പിതാവാണ്. അടുത്ത വാചകം, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കും. You are the Petros. നീ പാറക്കഷ്ണമാണ്. ക്രിസ്തുവെന്ന എന്നിൽ എന്റെ മേൽ സഭ പണിയപ്പെടും. സഭ ക്രിസ്തുവിന്മേൽ പണിയപ്പെടുന്ന അവസ്ഥയാണ്. ക്രിസ്തുവിൽ പണിയപ്പെട്ട സഭയുടെ പ്രത്യേകത, വൻമഴ ചൊരിഞ്ഞാലും കാറ്റടിച്ചാലും തിരമാലകൾ വന്നാലും, നമുക്കറിയാം 2 തരത്തിലുള്ള ഭവനങ്ങളെ കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയും. 1, മണലിന്മേൽ അടിസ്ഥാനമിട്ട് പണിഞ്ഞ ഭവനം. 2, പാറമേൽ അടിസ്ഥാനമിട്ട് പണിഞ്ഞ ഭവനം. ഈ 2 ഭവനങ്ങൾക്ക് വ്യത്യാസമുണ്ട്. കാറ്റടിച്ചു, തിരകൾ പൊങ്ങി, അതിന്മേലടിച്ചു. എന്നാൽ പാറമേൽ അടിസ്ഥാനമുള്ള ഭവനത്തെ കുലുക്കാൻ ആർക്കും സാധിക്കില്ല. കൊറോണ സഭ എന്ന കൂടിവരവിനൊരു പരിധി വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാൽ ആരാധനയും ദൈവത്തോടുള്ള ബന്ധവുമായ ബന്ധത്തിന് വിഘനം വരുത്താൻ കഴിഞ്ഞില്ല. കർത്താവും നാമുമായിട്ടുള്ള ബന്ധം, കർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് ആലയമാകുന്ന എന്നിലേക്ക് കടന്നു വരുന്നതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. റോമാലേഖനം 1-ാം വാക്യം വിളിച്ചു പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സഭയുടെ ദൗത്യം എന്താണ്? What is the responsibility of church? സഭയുടെ ഏറ്റവും വലിയ ദൗത്യം ബിൽഡിങ്ങുകൾ പണിയുന്നതല്ല, എന്തെങ്കിലുമൊക്കെ മനോഹര വസ്തുക്കൾ നിർമ്മിച്ചു കൂട്ടുന്നതിനല്ല. സഭയുടെ ഏറ്റവും പ്രധാനമുള്ള ദൗത്യം എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുന്നതാണ്. എവിടെ വരെ സുവിശേഷം അറിയിക്കണം? വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷം ഈ ലോക ജനം മുഴുവൻ എത്തണം. നാം വായിച്ച കുറിവാക്യം, കർത്താവിന്റെ വരവിന് താമസമൊന്നുമില്ല. ഒരു വ്യക്തിയുടെ രക്ഷിക്കപ്പെടണമെന്ന് വെച്ച് കർത്താവിന്റെ വരവിന് അവൻ അവസരം കൊടുക്കുകയാണ്. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സുവിശേഷത്തിന്റെ വീര്യം, ആ സീൽ നമ്മളിൽ ഒന്നുണ്ടാകട്ടെ. എന്തിനു വേണ്ടിയുള്ള ആ ഊർജമാണ്, എന്തിനു വേണ്ടിയുള്ള വീര്യമാണ് നമ്മൾ
എന്താണെന്നറിയാമോ? കാലിൽ ചെരുപ്പ് പോലും ഇല്ലാതെ, സഞ്ചരിക്കാൻ ഒരു സൈക്കിൾ പോലും ഇല്ലാതെ താൻ ഓടുകയാണ്. താൻ ചെയ്ത സകല മിഷണറി ജേർണികളിലും യാത്രകളിലും താൻ പറയുന്നൊരു വാചകമുണ്ട്: ക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കാൻ പറ്റുന്നിടത്തെല്ലാം അറിയിക്കുവാൻ ഞാൻ വെമ്പൽ കൊള്ളുന്നു. ഒരു വ്യക്തിയോടും കൂടെ എനിക്ക് അവസരം അറിയിക്കുവാൻ അവസരം ലഭിക്കുമോ എന്ന വാഞ്ചയാണ് പൗലോസിനുള്ളത്. കഷ്ടത വന്നാലും, നഷ്ടങ്ങൾ വന്നാലും, പട്ടിണി വന്ന് സംഭവിച്ചാലും. അതുകൊണ്ടാണ് നഷ്ടബോധത്തോടെയല്ല പൗലോസ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതി ചേർത്തു: സന്തോഷിപ്പീൻ. പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിപ്പീൻ. Rejoice in the Lord. Again I say rejoice. ഈ രാത്രി എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാവേ, കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതയിലും കൊണ്ടാടുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ആർജം ഉയരട്ടെ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് വേണ്ടി ഒരു വീര്യം നമ്മൾ ഉയരട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം നമ്മൾ പഠിക്കുമ്പോൾ സഭയുടെ ഏറ്റവും വലിയൊരു മർമ്മത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വരുന്നത്. ഇതിനുശേഷം സകല ജാതികളും ഗോത്രങ്ങളും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കു വേണ്ടി കൂടാൻ കഴിയാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തന്റെ പ്രതീക്ഷ ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും കർത്താവ് തനിക്കായി വിലയ്ക്ക് വാങ്ങിയ തന്റെ സഭ നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. കയ്യിൽ കുരുത്തോലയും പിടിച്ച് സിംഹാസനത്തിൽ കുഞ്ഞാടിന് മുമ്പാകെ നിൽക്കുന്ന ഒരു ദിവസം. സഭയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെ കുറിച്ചുകൂടെ പറഞ്ഞാൽ ആ വിഷയപ്പെടുന്നു. സങ്കീർത്തനങ്ങൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, തന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല. ആരാണ് കുറുപ്രാവ്? ആരാണ് കുറുപ്രാവ്? സഭയെന്ന ഏറ്റവും അമൂല്യമായ ഘടകമാണ് കുറുപ്രാവ്. ഞാനൊരു വെളിപ്പാടിന്റെ ചിന്ത വിളിച്ചു പറയട്ടെ. കുറുപ്രാവ് സഭയാണ്. കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കയില്ല എന്ന് പറഞ്ഞാൽ തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ദുഷ്ടമൃഗം ആന്റിക്രൈസ്റ്റ്, അന്തിക്രിസ്തു ഈ ലോകത്തിലേക്ക് തന്റെ സകല സൈന്യവുമായി സന്താനങ്ങളുമായി കടന്നു വരുന്നതിന് മുമ്പേ സഭ എടുക്കപ്പെടും. പലരും പാടാറുള്ള ഒരു പാട്ടുണ്ട്, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തൽ. ദാനിയേലിന്റെ പ്രവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, മണിപ്പന്തൽ എവിടെയാണെന്നറിയാമോ? അവൻ ആകാശത്തിന്റെ മധ്യേ മണിപ്പന്തൽ തീർക്കും. അവിടെ അവൻ അന്തരിക്കും. ആരാണ്? കർത്താവ് മധ്യാകാശത്തിങ്കൽ മണിപ്പന്തൽ ഒഴക്കാനല്ല വരുന്നത്. അവിടെ ഒരു കല്യാണ ഫംഗ്ഷനും മധ്യാകാശത്തിൽ നടക്കാനില്ല. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമാണ്. ഞാൻ ആ വിഷയം വിടുകയാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് സഭയെ ചേർപ്പാൻ കർത്താവ് വരുന്നു. കർത്താവിന് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നടക്കുന്ന ദിവസം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. പിന്നെ യുഗായുഗം അവനോടുകൂടെ ആനന്ദമാണ്. 1000 ആണ്ട് വാഴ്ച തുടങ്ങി കർത്താവുമായിട്ടുള്ള ദിനങ്ങളെ കുറിച്ചുള്ള വിശദീകരണമാണ്. ആ ഭാഗം എടുത്താൽ ഇന്ന് എന്റെ സമയം അതിനോട് വിശ്വസത പുലർത്താൻ കഴിയുകയില്ല. ഞാൻ ആ വിഷയം എടുക്കും. മൂന്നാമത്തെ ചിന്ത, ലോക മതങ്ങളെ ന്യായം വിധിക്കുവാൻ സമയം അടുത്തിരിക്കുന്നു. To punish all world religions. ലോക മതങ്ങളെ ന്യായം വിധിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. യെരമ്യാവിന്റെ പുസ്തകം 10-ാം അധ്യായം 11-ാം വാക്യം വിളിച്ചു പറയുന്നത്, ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് കീഴിൽ നിന്ന് നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറവീൻ. ആരാണ് ദേവൻ? നമുക്കറിയാം, ഈ ലോകത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട എല്ലാത്തിന്റെ മുമ്പിൽ അവരുടെ ലേബറുണ്ട്. ഒരു വിലയില്ലാത്ത നമ്മൾ മുടിയിൽ തലമുടി ചെയ്യുന്ന ജീപ്പെ പോലും മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സോ നിർമ്മിച്ചതാണ്.
അവരുടെ പാട്ടെ കോപ്പി ചെയ്തു. കോടികൾ അവർക്ക് നഷ്ടപരിഹാരമായി മടങ്ങി കൊടുക്കേണ്ടി വന്നു. എന്നാൽ ഈ രാത്രി ഞാനൊരു വെല്ലുവിളി എന്നവണ്ണം ഏറ്റു പറയട്ടെ. ആകാശത്തെ ഭൂമിയെ നിർമ്മിക്കാത്ത ദേവന്മാരോ, എന്നാ കർത്താവ് നിലത്തെ മണ്ണ് കുഴച്ച് ഒരു മനുഷ്യരൂപമാക്കി മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കിയിട്ട് കർത്താവ് പറയുക, നിനക്ക് പിടിക്കൊണ്ടേ. ഞാൻ ഒന്നുകൂടെ ഇറങ്ങി ഒരു പദം പറയാം, നിനക്ക് തന്റെ ഉണ്ട്. നീ ഇതുപോലൊക്കെ നിർമ്മിച്ച് കാണിച്ചിട്ട് പറ നീ ദേവനാണ്. തന്ത്രങ്ങളും കുതന്ത്രങ്ങളും മെനഞ്ഞ് ദേവന്മാരെന്ന് അഭിമാനിക്കുന്നവർ, മാജിക്കുകളും തന്ത്രങ്ങളും കൊണ്ട് ജീവിക്കുന്നവർ ഈ രാത്രി തിരിച്ചറിയുക, ലോക മതങ്ങളെ ന്യായം വിധിക്കുവാനുള്ള സമയം അടുത്തിരിക്കുന്നു. ഭൂമിയിൽ നിന്നും ആകാശത്തിന് കീഴിൽ നിന്നും അവരൊക്കെ നശിച്ചു പോകാൻ പോകുകയാണ്. ഞാൻ വാക്കാ വിഷയത്തിൽ ഓടിപ്പോകട്ടെ. യെഹെസ്കേലിന്റെ പ്രവചനം 11 അധ്യായം 9 വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ചു, അന്യദേവന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു, നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും. ഇന്നെന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നിന്റെ ഏറ്റവും വലിയ നഷ്ടം ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർക്ക് പോലും ആരാധനയെ കുറിച്ചൊരു മെമ്പറില്ല. മറ്റു മതങ്ങളിലുള്ള മറ്റ് സമ്പ്രദായങ്ങൾ കോപ്പി അടിക്കുന്ന, പകർത്തുന്ന ഒരു തലത്തിലേക്ക് വിശുദ്ധരെന്നും അഭിമാനിക്കുന്ന ദൈവമക്കൾ വരെ മാറിയ ഒരു സാഹചര്യം. എന്നാൽ ഓർത്തോണം, അങ്ങനെ പിന്മാറിയവരോട് ഞാനൊരു വാണിംഗ് തരുന്നു, ന്യായവിധിക്ക് വേണ്ടി തയ്യാറായിക്കോളൂ. എവിടെ? ഞാൻ നിങ്ങളെ അതിന്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ച് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ഇടയിൽ ന്യായവിധി നടത്തും. ന്യായവിധിക്ക് വേണ്ടി ജനമൊരുക്കിയിരിക്കുക. ലോക മതങ്ങളെ ന്യായം വിധിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. സമയത്തെ മാനിച്ച് വേഗത്തിൽ ആ വിഷയത്തിൽ ഓടിപ്പോകട്ടെ. നാലാമത്തെ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരുന്നു. ലോക രാജ്യങ്ങളെ ന്യായം വിധിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. നാലാമത്തെ വിഷയം, ലോക രാജ്യങ്ങളെ ന്യായം വിധിക്കാനുള്ള സമയം. നമുക്കറിയാം ഇന്ന് ലോക രാജ്യങ്ങൾക്ക് എന്താ വന്ന് സംഭവിച്ചത്? എന്താണ് ലോക രാജ്യങ്ങൾക്ക് വന്ന് ഭവിച്ചത്? കൊറോണയ്ക്കുള്ള വാക്സിൻ കണ്ടുപിടിക്കാൻ മത്സരമായിരുന്നു. എന്നാൽ കൊറോണയുടെ മരുന്ന് കണ്ടുപിടിക്കും, വാക്സിൻ കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് കൊറോണയുടെ ബർത്ത്ഡേയുടെ ദിവസമാകാറായി. ഇതുവരെ ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ല. പല ഉന്നത സാങ്കേതിക വിദ്യകളുള്ള രാജ്യങ്ങൾ പോലും പറയുകയാണ്, we are hopeless, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ ഓർത്തോണം, ലോക രാജ്യങ്ങളെ ന്യായം വിധിക്കാൻ സമയം അടുത്തിരിക്കുന്നു. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം 44-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കാൻ പോകുന്നു. ഈ രാജാക്കന്മാരുടെ കാലത്ത് രാജാക്കന്മാരെന്ന് അഭിമാനിച്ച് ഞങ്ങളുടെ കീഴിലാണ് സകലവും എന്ന് പറയുന്ന ഈ ലോക രാജ്യങ്ങളെ, ഈ ലോക സമ്പ്രദായങ്ങളെ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കയ്യിൽ അവൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ഇതെല്ലാം നശിക്കാൻ പോകുകയാണ്. എന്നാൽ ഇന്ന് രാത്രി എന്റെ ദൈവമക്കളോട് ആത്മനിറവിൽ ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. സ്വർഗസ്ഥനായ സകല രാജാക്കന്മാരുടെയും കാലത്ത് തന്നെ സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിക്കാത്തൊരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. എത്ര പേർ ഈ രാത്രി സ്തോത്രം പറയും? നശിക്കുന്ന രാജ്യങ്ങൾ ഒത്തിരിയുണ്ട്, അവരൊക്കെ നാശത്തിലേക്ക് തിരിയുകയാണ്. തിരുവചനം നാമോ നാശത്തിലേക്ക് തിരിയുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവാത്മാവിനെ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. നാശത്തിലേക്ക് തിരിയുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് മാറി വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് എണ്ണപ്പെടുക. കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യാൻ പോകുന്നു? ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. ഈ രാത്രി എന്റെ വിഷയം അതാണ്. സമയം അടുത്തിരിക്കുന്നു. കർത്താവ് ലോകരാജ്യങ്ങളെ ന്യായം വിധിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആ രാജ്യത്വം വേറെ ഒരു രാജ്യക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യങ്ങളെയൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും
ക്ഷീണിച്ച് കുഴഞ്ഞിരിക്കുന്നവരായി മാറുമ്പോൾ ഈ രാത്രി ഞാൻ ഒരു ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഒരിക്കലും നശിക്കാത്ത ഒരു രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. ഈ രാജ്യങ്ങളൊക്കെ തകരാൻ പോവുകയാണ്. ഈ സമ്പ്രദായങ്ങളൊക്കെ ഉടയാൻ പോവുകയാണ്. കൊറോണ അതിന്റെ ഒരാരംഭ നാഴികക്കല്ലാണ്. തുടർന്നുള്ള നാളുകളിൽ കർത്താവിന്റെ വരവിന്റെ മാറ്റടികൾ കാതുകളിൽ മുഴങ്ങുന്ന ദൈവമക്കൾ ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി എന്റെ വിഷയത്തിൽ ഓടിപ്പോക്കട്ടെ. യെശയ്യാവ് പുസ്തകം 60-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്നെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിച്ചു പോകും. ശ്രദ്ധിക്കൂ, ദൈവത്തെ സേവിക്കാത്ത ജാതിയും രാജ്യവും നശിക്കും. അതിനൊരു മാറ്റവും ഇല്ല. കർത്താവിനെ സേവിപ്പാൻ അനുവാദമില്ലാത്ത, ദൈവത്തെ സേവിക്കാത്ത രാജ്യവും ജാതിയും നശിക്കാൻ പോകുകയാണ്. ആ ജാതികൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? അശേഷം ശൂന്യമായി പോകും. അശേഷം ശൂന്യമായി പോകും. കർത്താവിനെ ആരാധിക്കേണ്ട ദൈവജനമേ, ദൈവത്തെ ഭജിച്ച് സേവിക്കേണ്ട ദൈവജനമേ, എവിടെയെങ്കിലും പിന്മാറ്റത്തിന്റെ അല്പമെങ്കിലും കണിക നമ്മളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ ലോകം നശിക്കാൻ പോകുകയാണ്. ലോകരാജ്യങ്ങൾ നശിക്കാൻ പോകുകയാണ്. ഈ ലോകത്തിലെ സമ്പ്രദായങ്ങൾ നശിക്കാൻ പോകുകയാണ്. എന്നാൽ നശിക്കാത്തൊരു രാജ്യം സ്ഥാപിപ്പാൻ കർത്താവ് തന്റെ വരവിന് വേണ്ടി മാറ്റുടികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേഗത്തിൽ എന്റെ വിഷയത്തിൽ ഓടി മാറട്ടെ. 5-ാമത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. സ്വർഗം വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു. സ്വർഗം വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു. 1 യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഒരു ഭക്തന്റെ, ഒരു ദൈവ പൈതലിന്റെ ആത്മാവിൽ ജാഗരിച്ച് ആരാധനയിലുറ്റിരുന്ന് ദൈവകൃപയിൽ ശരണപ്പെട്ട ദൈവമക്കളോട് ആത്മനിറവ് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയട്ടെ. ഇപ്പൊ നമുക്ക് കഷ്ടം കാണും, ഇപ്പൊ നമ്മെ പരിഹസിക്കുന്നവർ കാണും, ഇപ്പൊ നമ്മെ പുച്ഛിച്ച് തള്ളുന്നവർ കാണും. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. Still we are in the child of God, children of God. നാം ഇപ്പോഴും ദൈവമക്കൾ തന്നെയാണ്. അടുത്ത പദം ശ്രദ്ധേയമാണ്. ഈ രാത്രി ശ്രമിക്കുക. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. What we are going to do, what we are going to be, is still not be revealed. ഇതുവരെ അത് തുറന്നു കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നിത്യതയുടെ തേജസ്സിന്റെ മഹിമയോർത്തുകൊണ്ട് ഭക്തന്മാർ ആത്മാവിൽ ദൈവത്തെ പാടിയത്. ക്ഷണികമായ ലോകത്തെ, ക്ഷണികമായ ജീവിതത്തെ, ക്ഷണികമായ ആയുസിനെ വിലമതിക്കുന്നതായി കാണാതെ അപ്പോസ്തലനായ പൗലോസിന്റെ വാചകം കടമെടുത്ത് പറയട്ടെ, ഇത് വേഗം തീരുന്നതാണ്, നാം പറന്നു പോകുന്നതാണ്. 2, അതൊക്കെ വെള്ളത്തിലെ വെറും ഒരു കുവള മാത്രമാണ്. വേഗം തീരുന്നതാണ്. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. എന്നാൽ തിരിച്ചറിയുക, സ്വർഗം വെളിപ്പെടാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. തിരിച്ചറിയുക, ആ സമയം വരാൻ പോകുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോ, കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുന്ന ദിവസം നാം അവനെ താൻ ഇരിക്കും പോലെ കാണേണ്ടതാകയാൽ അവരോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. ഇപ്പോഴത്തെ നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ, അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ താൻ ഇരിക്കും പോലെ കാണാൻ പോകുകയാണ്. എത്ര പേരുടെ ആത്മാവ് തുടിക്കുന്നുണ്ട്, എത്ര പേരുടെ ഉള്ളിൽ ആത്മാവ് ചലിപ്പിക്കുന്നുണ്ട്, എത്ര പേർ വായി തുറന്ന് സ്തോത്രം പറയാൻ കഴിയും. Praise God, praise the Lord. ഇന്ന് രാത്രി ഞാൻ എന്റെ പ്രത്യാശയെ വളർത്തട്ടെ. അവൻ പ്രത്യക്ഷനാകുമ്പോ നാം എന്ന പദത്തിനപ്പുറമായി ഞാൻ എന്ന് തെറ്റിദ്ധരിച്ച് എത്ര പേർക്ക് പറയാൻ കഴിയും? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ഞാൻ അവനെ താൻ ഇരിക്കും പോലെ, in the likeness of Christ, ക്രിസ്തുവിന് തുല്യനായി
ഹൃദയത്തിലെ മനം നിറയുന്നു കേട്ടോ. ഇത് പറയുമ്പോൾ എന്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ കാണേണ്ടതാകിയാൽ അവനോട് സദൃശന്മാരാണ്. അതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യാശ. താൻ ഇരിക്കും പോലെ കാണേണ്ട ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും വാതുക്കലായിരിക്കും. അവന്റെ വരവിന് വേണ്ടി ഇത് രാത്രി നമ്മുടെ ഉള്ളമൊന്ന് തുടിക്കട്ടെ. അവന്റെ വരവിന് വേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് പിടക്കട്ടെ. ഈ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 1-11 വാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 1:11, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു, യേശുവിനെ സ്വർഗത്തിലേക്ക് പോയവരായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഈ രാത്രി എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ഗലീല പുരുഷന്മാർ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുകയാണ്. എന്താണ് അവർ നോക്കി നിൽക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വീകരണം ഉയരത്തിലേക്ക് കടന്നു പോകുന്നു. എന്നാൽ അവരോട് പ്രത്യാശ നിവൃത്തരായി ആത്മാവിന്റെ ഊർജം ഉൾക്കൊണ്ട് എരിവോടെ ജനം കർത്താവിന്റെ ശിഷ്യന്മാർ വിളിച്ചു പറയുന്ന വാചകം എന്താണെന്നറിയാമോ? ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോയവരായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരാൻ പോകുകയാണ്. ടൈം ഈസ് സോ നിയർ, ടൈം ഈസ് പ്രഷ്യസ്. സമയം വിലപ്പെട്ടതാണ്, സമയം അടുത്തിരിക്കുന്നു. ഈ രാത്രി നമ്മുടെ സമയം കർത്താവിന്റെ സമയത്തിന് വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഏൽപ്പിക്കാം. പോയതുപോലെ മടങ്ങി വരാൻ പോവുകയാണ്. ആറാമത്തെ വിഷയത്തിലേക്ക് വേഗം ഞാൻ കടന്നു വരട്ടെ. സമയം മുമ്പിൽ വേഗത്തിൽ ഓടി അവസാനിക്കുന്നു. എന്റെ ആറാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരട്ടെ. നരകം എന്ന യാഥാർത്ഥ്യം മനുഷ്യരുടെ മുമ്പാകെ വെളിപ്പെടാനുള്ള സമയം അടുത്തിരിക്കുന്നു. ആറാമത്തെ വിഷയം നരകം എന്ന യാഥാർത്ഥ്യം, ദ റിയൽ ഹെൽ. നരകം എന്ന യാഥാർത്ഥ്യം മനുഷ്യരുടെ മുമ്പാകെ വെളിപ്പെടാൻ പോകുന്ന സമയം അടുത്തിരിക്കുന്നു. നരകതുല്യമായ ജീവിതത്തിൽ ആ ഒരു വിഷയത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദ റിയൽ ഹെൽ, എന്താണ് നരകമെന്ന് വാസ്തവമാകാൻ പോവുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 30-ാം അധ്യായം 32-33 വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യഹോവ അവനെ വിധി തട്ടുകൊണ്ട് അടിക്കുന്ന ഓരോ അടിയോടും കൂടെ തപ്പിന്റെയും കിന്നരത്തിന്റെയും നാദമുണ്ടായിരിക്കും. അവൻ അവരെ തകർത്ത് അവരോട് പടവെട്ടും. യഹോവ അവനെ വിധി തൊട്ടുകൊണ്ട് വിധിക്കാൻ പോകുകയാണ്. എന്താണ് വിധി തണ്ട്? നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം എല്ലാവരും അവന്റെ ന്യായാസനത്തിന് മുമ്പിൽ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസമുണ്ട്. അവന്റെ വിധി തണ്ടുകൊണ്ട് അവൻ വിധിക്കാൻ പോകുകയാണ്. നമുക്കറിയാം ധനവാന്റെ ലാസറുടെ ജീവിതം. നമ്മളെക്കാളൊക്കെ നല്ല മനുഷ്യനായിരുന്നു ലാസർ, ധനവാൻ. എന്നാ മരണപ്പെട്ട് ലാസറിന് നല്ല അടക്കമൊന്നും കിട്ടിയില്ല. ധനവാന് നല്ല അടക്കവും കിട്ടി, സ്വർഗത്തിൽ ചെന്നു. ധനവാനും ലാസറും തമ്മിൽ വലിയൊരു പിളർപ്പുണ്ട്. ധനവാൻ പറയുകയാണ്, കർത്താവേ, ആ ലാസറിനോട് പറഞ്ഞിട്ട് ഒരു തുള്ളി വെള്ളം എന്റെ നാക്കേടെ തൊടണം. 1, 2. ആ ലാസറെ എങ്ങോട്ട് വിടണം? എന്റെ സഹോദരന്മാർ എടുത്തോട്ട് വിടണം. വീട്ടിൽ എന്തോ പറയണം? വിട്ടിട്ട് പറയണം. ധനവാൻ പോയ വഴിയല്ല ഓട്ടെ, ലാസർ പോയതാ ശരിയെന്ന്. ഉടനെ കർത്താവിന്റെ മറുപടി, അത് ഞാൻ ആരെ ആക്കിയിട്ടുണ്ടെന്ന് അറിയാമോ? എന്റെ ദാസന്മാരെ ആക്കിയിട്ടുണ്ട്. അവർ സംസാരിച്ച് അവർ വേണേ ഗുണപ്പെട്ടോട്ടെ, അവർ വേണേ മാനസാന്തരപ്പെട്ടോട്ടെ. സ്വർഗമെന്ന യാഥാർത്ഥ്യം വെളിപ്പെടാൻ പോകുകയാണ്. നരകം എന്താണെന്ന് ലോകം തിരിച്ചറിയാൻ പോകുകയാണ്. വിധി തണ്ടുകൊണ്ട് വിധി ദൈവം നടത്താൻ പോകുകയാണ്. അതിന് 33-ാം വാക്യം ഇങ്ങനെയാണ്, പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ. ആ വാചകം ശ്രദ്ധിക്കണേ. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. The real hell is going to be revealed. ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. ആർക്ക്? വലിയ സ്ഥാനമുള്ളവനായാലും മാനമുള്ളവനായാലും
രാജാവിനായിട്ട് ഒരുക്കിയിരിക്കുന്നു. അടുത്ത വാചകം, അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയുമുണ്ട്. ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് നരകം എന്നതിന്റെ ഒരു ചുരുക്കമായ ചിന്ത പറയുകയാണ്. അത് ആഴമാണ്, അത് വിശാലമാണ്, അതിനകത്ത് തീയുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, the real hell is going to reveal. നരകം എന്ന വാസ്തവ അവസ്ഥ വെളിപ്പെടാൻ പോകുന്നു. ഞാൻ വിഷയത്തെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ അവസാന പദം, അവിടെ തീയുണ്ട്, വിറകുണ്ട്, യഹോവയുടെ ശ്വാസം ഒരു ദഹന നദി പോലെ അതിനെ കത്തിക്കും. നരകത്തിൽ എന്തോ സംഭവിക്കും? അത് ആഴമുണ്ട്, അത് വിശാലമാണ്, അവിടെ തീയുണ്ട്, അവിടെ വിറകുണ്ട്. അടുത്ത വാചകം, യഹോവയുടെ ശ്വാസം ഒരു ഗന്ധ നദിയായി അതിനെ കത്തിക്കും. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. ഒരു ഗന്ധ നദിയായി ഈ ലോകരാജ്യങ്ങളെ കർത്താവ് ന്യായം വിധിക്കാൻ പോകുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13 വാക്യങ്ങൾ ഞാൻ വേഗത്തിൽ വായിച്ച് എന്റെ വിഷയത്തിന്റെ അവസാന പോയിന്റിലേക്ക് കടന്നു വരട്ടെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 13-ാം വാക്യം മുതൽ, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. നരകത്തിലേക്ക് ഉള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചാണെന്ന് വിവരിച്ച പദം നിർത്തുന്നു. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക വിധിയുണ്ടാകും. ഓരോരുത്തരും തന്റെ പ്രവൃത്തിക്ക് തക്ക വിധിയുണ്ടാകും. ഈ ഭാഗം വിശദീകരിക്കാൻ ഈ രാത്രിയുടെ സമയം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് വാചകം മാത്രമേ പറഞ്ഞു നിർത്തുന്നു. 14-ാം വാക്യം, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. 15-ാം വാക്യം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അതെത്ര മിടുക്കനായാലും, അതെത്ര പ്രസംഗ കലയുള്ളവനായാലും, എത്ര വലിയ വാറ്റാതിര്യമുള്ളവനായാലും, ഒത്തിരി നേടി എന്ന് പറഞ്ഞവരായാലും. ഒരിക്കൽ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടിയിൽ ഒരു രോഗിയെ കൊണ്ടുവന്നു. ആ രോഗിയെ കൊണ്ടുവന്നിട്ട് അവരോട് സൗഖ്യമാക്കാൻ പറഞ്ഞു. അവര് പ്രാർത്ഥിച്ചു. ആ രോഗിക്ക് സൗഖ്യം വന്നില്ല. ഉടനെ ഇവർ യേശുവിന്റെ അരികിലേക്ക് ഓടി വന്നിട്ട് ചോദിക്കും, ഗുരുവേ, ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാൻ ശ്രമിച്ച ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല. ഉടനെ യേശുവിന്റെ മറുപടി, നിങ്ങളുടെ ആത്മവിശ്വാസം അത്രേ ഇത് സാധിക്കാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ പോലും നീങ്ങും. എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്യുന്നതല്ല. 1 കൊരിന്ത്യർ 13-ാം അധ്യായം വിളിച്ചു പറയുന്നു, മലകളെ നീക്കത്തക്ക വിശ്വാസം ഉണ്ടായാലും, ശരീരത്തെ ചൂടാനേൽപ്പിച്ചാലും, ഉള്ളതൊക്കെ അന്യദാനം ചെയ്താലും, സ്നേഹമില്ല എങ്കിൽ ഈ ലോകത്ത് നമ്മൾ എന്തൊക്കെ പുണ്യപ്രവൃത്തികൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാൽ വിലപ്പെട്ടത് ജീവപുസ്തകത്തിൽ പേരുണ്ടോ എന്നത് ഈ രാത്രി തിരിഞ്ഞ് ചിന്തിക്കുക. ഈ രാത്രി വാസ്തവമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് തിരിഞ്ഞ് ചിന്തിക്കുക. നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? അരുതാത്ത എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി കർത്താവിന്റെ വരവ് പടിവാതിക്കലാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അവസാന വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നു. യഥാർത്ഥ നരകബന്ധം വെളിപ്പെടാൻ പോവുകയാണ്. ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരെ തീപ്പൊയ്കയിൽ തള്ളിയിടാനുള്ള ദിവസം അടുത്തിരിക്കുന്നു. ഇന്ന് രാത്രി ഒരു പക്ഷേ കർത്താവ് വന്നേക്കാം. ഒരു പക്ഷേ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കർത്താവ് വന്നേക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശുദ്ധിയിൽ കാക്കുവാൻ സ്വർഗ്ഗം നമുക്ക് ഇടവരുത്തട്ടെ. എന്റെ അവസാന വിഷയത്തിലേക്ക് കടന്നു വന്ന എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ തകർക്കാൻ പദ്ധതി തയ്യാറാക്കുന്ന പിശാചിനെ ന്യായം വിധിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. പറയുന്ന വാചകം പിശാച് പറയുന്നത്, അവൻ ഇവിടെ വരെ പോകുന്നു കാണാം, അവൻ എത്ര പാടുമെന്ന് കാണാം, അവൻ എത്ര ആരാധിക്കുമെന്ന് കാണാം. കൊറോണ ഇട്ട് പലർക്കും ഒരു പരിധി വരെയൊക്കെ പിശാച് ജയിച്ചെന്നൊക്കെ വിചാരിക്കുന്നു. ഓർത്തോണം, പിശാച് ജയിക്കുന്നവരല്ല. പിശാചിനെ പണ്ടേ അവനെ ആയുധവർഗം വെപ്പിച്ചതാണ്. പണ്ടെങ്ങാണ്ടുള്ള തുരുപ്പിച്ച ആയുധം, താഴെ വെച്ച ആയുധം, മൂർച്ചയും ഒരു ഉപയോഗമില്ലാത്ത ഉപയോഗശൂന്യമായ ആയുധം കൊണ്ടാണ് പിശാച് നടക്കുന്നത്.
എന്നാൽ നമ്മെ തകർക്കാൻ പദ്ധതി തയ്യാറാക്കിയ പിശാചിനെ ന്യായം വിധിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു. എന്റെ വിഷയത്തെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. വെളിപ്പാട് 1-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വിളിച്ചു പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, കർത്താവായ യേശുക്രിസ്തുവിന്റെ വാചകമാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിനെയും പാതാളത്തിനെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അങ്ങനെയെങ്കിൽ എന്തിനായി ലോകത്തെ ഭയക്കുന്നത്? എന്തിനായി പിശാചിനെ ഭയക്കുന്നത്? എന്തിനായി കൊറോണയെ ഭയക്കുന്നത്? ഭക്തൻ പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുള്ളത് എനിക്ക് അത്യുത്തമമാണ്. That is more glorified, that is more precious. അതാണ് വിലപ്പെട്ടത്. ഇന്ന് രാത്രി ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ എന്റെ കൈവശമുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, അനന്തരം ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഇപ്പൊ വലിയ വില്ലാളി വീരനായി കറങ്ങി നടക്കുന്ന പിശാചിനെ ബന്ധിക്കാൻ അനന്തരം ഒരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് അഗാധത്തിന്റെ താക്കോലും വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അതിന് 2-ാം വാക്യം, അവൻ പിശാചും സാത്താനും എന്നുള്ള വാചകം ശ്രദ്ധിക്കണം, പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച്. അപ്പൊ എവിടെ തൊട്ട് അവൻ കൂടെ ഉണ്ട്, ഏതും തൊട്ടേ ഉണ്ട്. വചനം പറയുന്നു, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിപ്പാൻ അലറുന്ന സിംഹം എന്ന പോലെ പിശാച് ചുറ്റി നടക്കുന്നു. നമ്മൾ പാടാറുണ്ട്, എന്നിലും ഭക്തർ എന്നിലും ശക്തർ വീണു തകർന്ന് ഈ പോർക്കളത്തിൽ കാണുന്നു ഞാൻ അസ്ഥി കൂടങ്ങൾ ഭീകരം. ഈ ലോകത്തിൽ ഭക്തന്മാരായ ഒത്തിരി പേരെ ക്രിസ്തീയ ഗോളത്തിന്റെ വിജയകരമേറിയ അവസ്ഥയിൽ തകർത്തെന്ന് അഭിമാനിക്കുന്ന പിശാചേ, ഇന്ന് രാത്രി വചനം വിളിച്ചു പറയുന്നു, വെളിപ്പാട് പുസ്തകം 20:2 വിളിച്ചു പറയുന്നു, അവൻ പിശാചും സാത്താനും എടുത്തുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ട് ചങ്ങലക്കിട്ടു. എന്ത് ചെയ്തു? 1000 ആണ്ട് ചങ്ങലക്കിട്ടു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം, ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടമാരും എടുത്തുകൊള്ളാതെ വണ്ണം അതിനെ പിടിച്ചുകൊള്ളുക. ഈ രാത്രി ഭക്തനോട്, ദൈവമക്കളോട്, ദൈവവചനം അറിയുന്നവരോട്, ദൈവനിറവിൽ ആത്മനിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതാ ഞാൻ വേഗം വരുന്നു, സമയം അടുത്തിരിക്കുന്നു. I am coming quickly. കത്തിവയ്ക്കുന്നതിനിടയിൽ കർത്താവിന്റെ വരവ് പടിവാതിക്കലായിരിക്കുന്നു. അടുത്ത വാക്ക്, നിന്റെ കിരീടമാരും എടുക്കരുത്. നിന്റെ കിരീടമാരും എടുക്കൊള്ളാതെ വേണം നിനക്കുള്ളതിനെ പിടിച്ചുകൊള്ളുക. ഈ കൊറോണ കാലഘട്ടങ്ങളിലും കർത്താവിന്റെ വരവിനെ നോക്കി പാർത്ത് നമുക്കുള്ള ഭക്തിയെ പിടിച്ച്, നമുക്കുള്ള ദൈവകൃപയെ പിടിച്ച്, നാം അറിഞ്ഞ സത്യത്തെ തിരിച്ചറിഞ്ഞ് ദൈവകൃപയിൽ നമുക്ക് ജീവിക്കാം. വെളിപ്പാട് 16:5, ഞാൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജമാറുമാറും നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ചു കൊള്ളുന്നവൻ ഭാഗ്യവാൻ. കർത്താവിന്റെ വരവ് പടിവാതിക്കലായിരിക്കുന്നു. വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നു, അവൻ കള്ളനെ പോലെ വരും, തന്റെ ലജ്ജ മറവാകുമാറ് നഗ്നമായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ച് ജാഗരിച്ച് കൊള്ളുന്നവൻ ഭാഗ്യവാൻ. നഗ്നമാകാതെ വിശുദ്ധിയെ കാക്കുന്ന, ഭക്തിക്ക് വേണ്ടി വില കൊടുക്കുന്ന ഭക്തൻ ഭാഗ്യവാനാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഈ പ്രവചന പുസ്തകം വചനം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവ് വേഗം വരുന്നു. ഈ പ്രവചന പുസ്തകം പ്രമാണിക്കുന്നവൻ ഭാഗ്യവാനാണ്. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്ക കൊടുപ്പാൻ പ്രതിഫലം എന്റെ കയ്യിലുണ്ട്. പ്രതിഫലം തരുവാൻ കർത്താവ് വേഗം വരുന്നു. ഇത് സൂക്ഷിച്ചുകൊള്ളുവീൻ, അതെ ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവായ യേശുവേ
എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരാകും. ഈ രാത്രി ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ച ഒറ്റ ഉദ്ദേശത്തോടെയാണ്. വചനം കേൾക്കുക മാത്രം ചെയ്ത് നമ്മളെ തന്നെ ചതിക്കാതെ അതിനെ നിറവേറുന്നവരായിരിക്കും. യാക്കോബ് ലേഖനം 1:27 ഇങ്ങനെ വിളിച്ചു പറയുന്നു, ലോകത്തിലുള്ള കളങ്കം പറ്റാത്തവണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നവൻ ഭാഗ്യവാനാണ്. ഈ രാത്രി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്നു. The time is so near. തിരുവചനം വിളിച്ചു പറയുന്നു, എല്ലാ മതത്തിന്റെ സമയത്ത് കർത്താവ് വായിച്ച വാക്യം താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. ഈ രാത്രി സമയം അടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവാണെന്ന് ലോകം തിരിച്ചറിയാനുള്ള സമയം എടുത്തിരിക്കുന്നു. കർത്താവിന്റെ വരവ് പടിവാതിലായിരിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് നിങ്ങളെ തന്നെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ, നിങ്ങളുടെ ഹൃദയത്തെ ഉയർത്തട്ടെ. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ ജീവിക്കാം. കർത്താവിന്റെ വരവ് പടിവാതിലായിരിക്കും. ഇനി ഒത്തിരി നാളുകൾ മുമ്പോട്ട് ഓടത്തില്ല. ഇനി ഒത്തിരി കാലം മുമ്പോട്ട് പോകത്തില്ല. ഈ രാത്രി സമയം അടുത്തിരിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് രാത്രി തന്നെ കർത്താവ് വരാം. അവന്റെ വരവിന്റെ മാറ്റൊലികൾ കാതുകളിൽ മുഴങ്ങുന്നു. ആ പ്രത്യാശയോടെ നമുക്ക് ഈ രാത്രി കടന്നു പോകാം. റോഡ് ടു ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലൂടെ എന്നെ കേട്ട എല്ലാവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹത്തെയും വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.